നമസ്കാരം. 10 സെക്കൻഡിനുള്ളിൽ 40 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ്. ഓർക്ക് 10 സെക്കൻഡ് കൊണ്ട് 40 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ ബാങ്ക് പറയുന്നതാണ്. അത്രയും അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ബാങ്കിന് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബാങ്കാണ്. ഇവരാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. കൊളാട്രൽ ഫ്രീ ആണ്, അതായത് ഡോക്യുമെന്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. ഈ പേഴ്സണൽ ലോൺ എന്ന സെക്ഷനിലേക്ക് ഇപ്പോൾ ബാങ്കുകൾ കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മറ്റുള്ള ഒരുപാട് NBFCകൾ മൊത്തത്തിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ബാങ്കുകൾക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടാനില്ല. ലോൺ അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, പക്ഷേ അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ല. കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്കുകളെല്ലാം ആൾക്കാരെ ലോൺ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരെയൊക്കെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് ലോൺ, പേഴ്സണൽ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലോൺ എടുക്കാൻ പറ്റും എന്ന് ഓർക്കുക. പഴയ പോലെ ബാങ്കുകളൊന്നും സുതാര്യത ഇല്ലാത്ത ഒരു സാഹചര്യമല്ല. ഇപ്പോൾ എല്ലാവരും ലോൺ കൊടുക്കാൻ വേണ്ടി സജ്ജമായിരിക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞ ഏത് ബാങ്കാണ്, എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ ലോൺ എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ജോലികൾ, ബിസിനസ്സുകൾ, സകലമാന സാധനങ്ങൾ കിട്ടുന്ന റിയൽ ടൈം ഓരോ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആക്സസ് കിട്ടുക. സൗജന്യമാണ്. ഈ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് 100% നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ഒരു കമ്പനിയുടെ ബാങ്കിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ബാങ്കായ HDFC ബാങ്കിന്റെ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഈ ഒരു പേജിൽ ബോറോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ലോൺ ഗെറ്റ് ലോൺ ഓൺലൈൻ അറ്റ് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇവരൊക്കെ പേഴ്സണൽ ലോണിലേക്ക് വരികയാണ്. ഇവിടെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് കാണാം. പേഴ്സണൽ ലോണിന്റെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെറ്റ് EMI സ്റ്റാർട്ടിംഗ് 2149 rupees per lakh. 1,2149 രൂപയാണ് 1 ലക്ഷത്തിന്. അങ്ങനെ അവയിൽ ലോൺ അപ് ടു 40 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. ഗെറ്റ് ഫണ്ട് ഇൻ 10 seconds. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവർ ബാങ്ക് പറയാണ്. ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. തൊട്ട് താഴെ മിനിമം ഡോക്യുമെന്റേഷൻ, ചെറിയ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള KYC കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യമുള്ളൂ. അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോ മോർ അടിക്കാം. നോ മോർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ കൊടുക്കുന്നുണ്ട്. ആ ലോണിന്റെ പേര് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് പേഴ്സണൽ ലോൺ എന്നാണ് പേര്. ഡീറ്റെയിൽ ആയിട്ടുള്ള പേര് എക്സ്പ്രസ് പേഴ്സണൽ ലോൺ. ക്വിക്ക് ഫണ്ട് ഈസ് ഈക്വൽ ടു എക്സ്പ്രസ് പേഴ്സണൽ ലോൺ. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രോസസ്, ഓൺലൈനിലൂടെയാണ്. ലോൺ അപ് ടു 40 lakhs. 5 വർഷം കാലാവധിയുണ്ട്. എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇവർ ഇന്ന് ലോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ മെൻഷൻ ചെയ്തില്ല. അതിന്റെ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എത്ര റേറ്റ് ആവും, എത്ര അടവാവും, എങ്ങനെ കുറിച്ച് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ വീണ്ടും താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ അവർ പറയുന്നു. ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സൽ, മിനിമം പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ, ട്രാൻസ്ഫർ ലോൺ, ലോവർ EMI, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ റേറ്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റേറ്റ് കിട്ടും. അതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ഉണ്ടോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആ ഗെറ്റ് ഫണ്ട് 10 seconds ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തട്ടിപ്പല്ല, ജെന്യൂൻ ആയിട്ട് ബാങ്കിന്റെ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവരെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10.75 മുതൽ 24% വരെയാണ്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. അത് 4,999 രൂപ പ്ലസ് GST അത് വരും. പ്രോസസിംഗ് ഫീസ് വരും. ലോൺ ഓക്കെ ആണെങ്കിൽ മാത്രം. ടെന്നർ വരുന്നത് 3 മാസം മുതൽ 72 മാസം വരെ നമുക്ക് കാലാവധി ഉണ്ട്. 6 വർഷം വരെ നമുക്ക് കാലാവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ ഡോക്യുമെന്റ്സ് ഫോർ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ. ഒരു ഡോക്യുമെന്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഫോർ നോൺ പ്രീ അപ്രൂവ്ഡ് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ 3 മാസത്തെ ഒരു ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും ഒരു 2 ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പും മാത്രമേ ആവശ്യമുള്ളൂ. KYC ഇത്ര കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇത് അപ്ഡേറ്റ് 25 ജാനുവരി 2024 ലാസ്റ്റ് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരമാണ്, പഴയ കാര്യമൊന്നുമല്ല. സോ പേഴ്സണൽ ലോൺ ഫോർ എവറി നീഡ്, അത് എന്തൊക്കെ ടൈപ്പിന് നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു HDFC ബാങ്ക് കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ അതിൽ ആദ്യം തന്നെ HDFC ബാങ്കിനോട് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും താഴോട്ട് പോകുമ്പോൾ HDFCയുടെ മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ലോൺ ഓഫേർഡ് 40 lakhs, അത് വീണ്ടും മെൻഷൻ ചെയ്തിരിക്കുന്നു. ചില കേസിൽ അവർ 75 ലക്ഷം വരെ കൊടുക്കാൻ തയ്യാറാണ്. പേഴ്സണൽ ലോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സബ്ജക്ട് ടു എലിജിബിലിറ്റി നോംസ്. അതുപോലെ സിബിൽ സ്കോർ 720 മേളിൽ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ECS സംവിധാനം വേണം. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ EMI ഡെബിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്യും. അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റും. ബാങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവർ ലൊക്കേറ്റസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓൺലൈനിലൂടെ
ഇതിലൂടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലോണിൻ്റെ പേര് മറക്കരുത്. പേഴ്സണൽ ലോൺ സെക്ഷനിൽ പോയിട്ട് പേഴ്സണൽ ലോൺ എടുത്തിട്ട് എക്സ്പ്രസ് പേഴ്സണൽ ലോൺ ഇതുവഴിയാണ് ഈ പറഞ്ഞ ലോൺ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു തുടക്കം മാത്രമാണ്. ഇതൊരിക്കലും ഒരു വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട, ഇതൊരു തുടക്കമാണ്. മറ്റുള്ള എല്ലാ ക്രെഡിറ്റ് ബി പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ, ട്രൂ ബാലൻസ്, അതുപോലെ തന്നെ ഹീറോ ഫിനാൻസ്, അതുപോലെ ക്രെഡിറ്റ് ബി, ഇങ്ങനെ ലെൻഡിങ് കാർഡ്, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വന്നിട്ട് കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെ അവർ കൊണ്ടുപോയി കൈക്കലാക്കി. ഇത് കണ്ട ബാങ്കുകൾക്ക് ഭയങ്കര സങ്കടം. കസ്റ്റമേഴ്സ് ഇല്ല, അവരുടെ കയ്യിൽ ഫണ്ട് ഒരുപാടുണ്ട്, വെറുതെ കിടക്കുകയാണ്. ബാങ്ക് ഇനി മുകളിലേക്ക് കയറണമെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്ടംപോലെ റിട്ടേൺ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കുറേ ലോൺ കൊടുത്ത് കുറേ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ എത്ര എമൗണ്ട് വേണമെങ്കിലും സുതാര്യമായിട്ട് തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോൺ എടുക്കുന്നവർക്ക് എല്ലാവരും ലോൺ എടുക്കുക. നിങ്ങളുടെ ബാങ്കുകളിലും, അത് ഈ പറഞ്ഞ കാനറ ബാങ്ക്, HDFC അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ലോൺ എന്ന സാങ്കേതിക വിദ്യയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനത്തിലേക്ക് എത്തിപ്പെടുന്ന ബഹുദൂരം ഒന്നുമല്ല. ഇപ്പോൾ തന്നെ പല ബാങ്കും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.